കുട്ടും ആദ്യമായിട്ടാട്ടോ ഒറ്റയ്ക്ക് ട്രിപ്പ് പോകുന്നത്. ഒറ്റയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് മൈ ഫാമിലി ഞങ്ങൾ രണ്ടും കൂടെ ആദ്യമായിട്ടാട്ടോ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ലട്ടോ, എന്റെ ഫ്രണ്ട് തുമ്പിയുടെ വീട്ടിലോട്ടോ, അതും കൊല്ലത്തിന്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാട്ടോ ഞാനും കുട്ടും കൂടെ കൊല്ലത്തിനുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്തത്. കോട്ടയത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ബസ് കൊല്ലത്തിന് വളരെ കുറവാട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് നമ്മൾ ട്രെയിനാണ് നോക്കിയത്. കുട്ടുവിന്റെ വളരെ ചെറുപ്പത്തിലാട്ടോ ട്രെയിനിന് കയറിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റേതായ യാതൊരുവിധ ഓർമ്മകളും ഇല്ലേ. അപ്പൊ നമ്മൾ ട്രെയിനിന് പോകുമ്പോൾ കുറച്ചും കൂടെ മെമ്മറബിൾ ഒക്കെ ആക്കി പോകാന്ന് വിചാരിച്ചാട്ടോ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നിരുന്നത്. ഞാനും കുട്ടും കൂടെ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്തിരിക്കാട്ടോ ട്രെയിനിന് വേണ്ടി. 10:28 ട്രെയിൻ. സമയം 10:26. ഒരടിപൊളി ട്വിസ്റ്റ് ഉണ്ടായിട്ടോ. അതുകൊണ്ടാണ് കുട്ടു തിരിച്ച് വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞത്. സംഭവം ഇത്രയേ ഉള്ളൂ. 10:28 വരുമെന്ന് പറഞ്ഞാൽ ട്രെയിൻ 10:28 വന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച് വളരെ ചുരുക്കം ട്രെയിനുകളെ ഉള്ളൂ സമയത്ത് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് വരുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഓപ്പോസിറ്റ് നിന്ന് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തെന്ന് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു വട്ടം കറങ്ങി തിരിച്ച് പുറത്തോട്ട് വരാൻ. ചെന്നപ്പോ ചേട്ടൻ പറഞ്ഞു ആ ട്രെയിൻ ക്യാൻസൽ ആയെന്നും പിന്നീടുള്ള ട്രെയിൻ 1 മണിക്കാന്നും പറഞ്ഞു. വെറുതെ സമയം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ബസ്സിന് കയറിയിട്ട് കോട്ടയം KSRTC സ്റ്റാൻഡിൽ. അവിടെ ചെന്നപ്പോൾ ഡയറക്റ്റ് കൊല്ലം ബസ് ഇല്ല. ചെന്ന് ചോദിച്ചപ്പോൾ കൊട്ടാരക്കരയ്ക്കുള്ള ബസ്സിന് കയറുവാണെങ്കിൽ അവിടുന്ന് കൊല്ലത്തിന് എപ്പോഴും ബസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൊട്ടാരക്കരയ്ക്ക് ടിക്കറ്റ് എടുത്തട്ടോ. നമുക്ക് ട്രെയിൻ ആദ്യം മിസ്സായി. ട്രെയിൻ മിസ്സായതല്ല, ട്രെയിൻ ക്യാൻസലായി. പിന്നെ കോട്ടയത്ത് നിന്ന് ഒരു ബസ് കയറി. അതിന്റെ കൊട്ടാരക്കര നമ്മൾ ടിക്കറ്റ് എടുത്തു. അടൂർക്ക് എടുത്താൽ മതിയായിരുന്നു. ഇതിപ്പം അടൂർക്ക് കൊട്ടാരക്കരയ്ക്ക് കയറിയ ബസ്സില് ഞങ്ങൾ ഏനാത്ത് ഇറങ്ങിയിട്ട് ഏനാത്തുനിന്ന് വീണ്ടും അടൂര് വന്നു. അടൂരിൽ നിന്ന് ഇപ്പം ചവർക്കുള്ള ബസ്സിൽ കയറി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് തുമ്പി ഒരു 10-26 തവണയിലും വിളിച്ചിട്ടുണ്ട്. അത് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും വിളിക്കുന്നുണ്ട്. എന്നെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ വണ്ടിയുടെ കാര്യം അന്വേഷിക്കാനോ അല്ല. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചു വരുന്നോണ്ട് കൊച്ചിനെ കാണാൻ അവിടെ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കൊച്ചിന് എന്താ പറയാനുള്ളത്? കൊച്ചു ഹാപ്പിയാണ്. ഫൈനലി ഞാനും കുട്ടും കൂടെ തുമ്പിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന കേട്ടോ HD ദാസ്, എന്റെ മാലു. തുമ്പിയുടെ വീട്ടിൽ വന്നപ്പോൾ രജീഷും ഉണ്ടായിരുന്നു കേട്ടോ. ഇവനെ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നായിരുന്നു. ജയലക്ഷ്മിയുടെ കല്യാണത്തിന് പോയപ്പം. കഴിച്ചില്ലല്ലേ? ഹലോ ഹലോ ഹലോ. ഇതാട്ടോ എന്റെ ചിത്രാമ്മ. ക്യാമറ കണ്ടോണ്ട് തിരിഞ്ഞോടിയത് ഗൗരിയൊക്കെ ആട്ടോ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ കഥയിലെ മേലിന് ആളെത്തിട്ടോ. ഇതാട്ടോ ഞങ്ങളുടെ തുമ്പി. പറഞ്ഞ പോലെ 5 പേര് ഒരിക്കലും കൂടിയിട്ടില്ല ഇതുവരെ. എന്റെ അങ്ങോട്ട് വീട്ടിലോട്ട് വന്നപ്പം നീ ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോ ഐഷു ഇല്ലായിരുന്നു. ട്രെയിനിന് വരുമായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ പോയാലും ഒരു 1 മണിക്ക് ഉള്ളി എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഓരോരോ ബസ്സുകൾ കയറി ഇറങ്ങി വന്നപ്പോ 3:30. ഞാനും കുട്ടും വരാൻ വേണ്ടി ഇവര് വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാണ്ട്. എനിക്കും മാലുവിനും കുട്ടൂനും രജീഷിനൊക്കെ വേണ്ടി ഒരു നോൺ വെജ് സദ്യ ആയിരുന്നു കേട്ടോ വെയിറ്റിങ്. കുട്ടു കുറച്ച് കറിയുള്ള വീടാ. ഇത്രയെല്ലാം കറികൾ ചിത്രാമ്മ ഉണ്ടാക്കിയിട്ട് ചിത്രാമ്മ പറഞ്ഞത് കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കറിയെല്ലാം കുറഞ്ഞു പോയെന്ന്. ഞാനാണ് ചോറിൻ്റെ അകത്ത് പുളിശ്ശേരി ഒഴിച്ചെല്ലാം കുഴച്ചിട്ട് അതിലേക്ക് കൊഞ്ച് വറുത്തതും കൊഞ്ച് കറിയും മീൻകറിയും എല്ലാം കൂട്ടി ഇളക്കി പപ്പടം കൂടെ കൂട്ടിയാട്ടോ വായിലോട്ട് ഒരു ഉരുള വെച്ച് കഴിച്ചത്. രജേഷിന്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതാട്ടോ നിങ്ങളിപ്പോ കേട്ടത്. തുമ്പിയുടെ അടുത്ത് വന്ന ഒരു മസ്റ്റ് ആട്ടോ കടലിൽ പോയി നമ്മൾ കുളിക്കാൻ പോകുന്നത്. എനിക്കും കുട്ടൂനും വെള്ളത്തിൽ കളിക്കുന്ന ഭയങ്കര ഇഷ്ടാട്ടോ. അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റിലാട്ടോ കുട്ടുതിയാ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ പോവാണ് പയ്യെ. നമ്മൾ 132 പോവുകയാണ്. ഒരു കുഴപ്പമില്ല. അടിപൊളി അടിപൊളി. കാണിച്ചു തരാവേ. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കുറച്ചു നേരം കിടന്നങ്ങ് അയ്യോ രസം, ഭയങ്കര രസമല്ലേ കാണാൻ. വെയിലൊന്നൊരു പ്രശ്നമല്ല. നമ്മളിപ്പം ഏകദേശം 4:30 ആയപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു. നമുക്ക് വെയിലൊന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ചിത്രാമ്മ പറഞ്ഞു കുറച്ച് വെയിൽ താഴ്ത്ത് ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്നേ. അങ്ങനെ നമ്മൾ വെയിൽ താഴാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. രജീഷ് Guys! വരുവാണ്. കുട്ടു
ഇത് ഞാനല്ല കേട്ടോ, എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് വെള്ളം കണ്ടു ഞാൻ എന്തുമാത്രം ഭ്രാന്താന്നുള്ളത്. ഇതിപ്പോ വ്ലോഗ് ആയതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇത്ര അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. വെള്ളത്തിൽ കിടന്ന് ഞാൻ ശരിക്കും കുത്തിമറിഞ്ഞ് കളിച്ചതുകൊണ്ട് എനിക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 5 മണിയോടെ ആട്ടോ വെള്ളത്തിലോട്ട് ഇറങ്ങിയത്. എന്നിട്ട് സൂര്യാസ്തമയമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇതേ ഏകദേശം ഒരു 8 മണിയോടെ ആട്ടോ നമ്മളിപ്പോൾ ഇറങ്ങിയത്. അത് നമ്മൾ ഇറങ്ങിയതല്ല, ചിത്രാമ്മ വിളിച്ചിറക്കിയത്. തല തൊട്ട് കാല് വരെ മേലാകെ ഫുള്ള് മണ്ണാട്ടോ. അപ്പൊ ഫസ്റ്റ് ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ. നമ്മളെല്ലാവരും ഇന്ന് തുമ്പിയുടെ വീട്ടിൽ ഡേ 2 ആണ്. രാവിലെ എണീറ്റത് ഞങ്ങളെല്ലാം കുളിച്ച് ഒരുങ്ങി ഇതേ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. മൊത്തം നമ്മൾ ഇന്ന് 3 അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. എല്ലാം ഏകദേശം കുറച്ച് ഡിസ്റ്റൻസിലാവുള്ളത്. നമ്മൾ നടന്ന് അങ്ങനെ ആദ്യത്തെ അമ്പലത്തിലെത്തിയേ. എനിക്കും കുട്ടൂനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അമ്പലത്തിൽ പോകാൻ. എനിക്കും കുട്ടൂനും മാത്രമല്ല വീട്ടിലെല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പീരിയൻസ് ആദ്യത്തെ അമ്പലത്തിൽ നിന്ന് അങ്ങനെ തൊഴുതിറങ്ങിയതേ നമ്മൾ രണ്ടാമത്തെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടേ. ഇതാട്ടോ നമ്മുടെ കടലിനോട് ചേർന്നിരിക്കുന്ന 3ാമത്തെ അമ്പലം. മൂന്നമ്പലങ്ങളിൽ കയറിയിട്ട് വന്നപ്പം എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ മനസ്സിന്. മൊത്തത്തിലൊരു പീസ്ഫുൾ മൈൻഡ് ആയിരുന്നേ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ കടലിലെ തിരമാലകളൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഒഴിക്ക് തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ വയ്യ കൊടയൊക്കെ ചൂടി ഇങ്ങനെ സംസാരിച്ച് പോകുന്നത്. അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി ഈ കടയിൽ കയറിയത്. തുമ്പിയുടെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് വരുമ്പോഴാട്ടോ ഇതുപോലെ വീടിന്റെ ഉള്ളിൽ പച്ചക്കറിയും പലചരക്കൊക്കെ കൊടുക്കുന്ന കട കാണുന്നത്. കുറെ നാളായിട്ട് തുമ്പിയുടെ അച്ഛനും അമ്മയും പപ്പേനെയും മമ്മീനെ എല്ലാവരും കൂട്ടി വരണമെന്ന് എപ്പോഴും പറയും. അതുകൊണ്ട് തന്നെ അമ്മയും അപ്പയും കുറച്ച് നേരമാണെങ്കിലും അവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പയോടും അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുന്ന വേറെ ആരുമില്ല, ചിത്രാമ്മയുടെ അമ്മ, ഞങ്ങളുടെ അമ്മാമ്മ കേട്ടോ. ഇതാട്ടോ തുമ്പിയുടെ അച്ഛൻ, ഞങ്ങളുടെയും കൂടെ അച്ഛനാണ്. അച്ഛനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മീനൊക്കെ ആയിട്ട് വന്നു. അച്ഛൻ രാവിലെ വളർത്തെ പോയതുകൊണ്ടാട്ടോ കാണാണ്ടിരുന്നത്. മീൻ തരാൻ വേണ്ടി അച്ഛൻ വന്നപ്പോൾ തന്നെ ചോദിച്ചത് മമ്മിയും പപ്പയും വന്നോന്നാട്ടോ. അപ്പൊ ഞങ്ങൾ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ വന്നേക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ മീനുമായിട്ട് പറഞ്ഞു വിട്ടേ. ചിത്രാമ്മ ഉണ്ടാക്കി തന്നിട്ട് ചിക്കൻ കറി ആയിട്ട് ഞങ്ങൾ കർണമ്മയുടെ വീട്ടിൽ പോയതാട്ടോ. സദ്യക്ക് വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് വാഴയിലയും കൂടെ വെട്ടണമായിരുന്നു. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പം കർണമ്മ അവിടെ ഇല്ലായിരുന്നു. അവസാനം അതിസാഹസികമായിട്ട് തുമ്പി കുറെ വാഴയിലൊക്കെ വെട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നേ. അങ്ങനെ അതേ വാഴയിലയൊക്കെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി അതിൽ കറികളൊക്കെ വിളമ്പി കേട്ടോ. പപ്പയ്ക്ക് തറയിൽ ചെമ്പറം പടിഞ്ഞിരിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പപ്പേനെ ഡൈനിങ്ങെ കയറ്റിയിരുത്തിയേ. രാവിലെയാണെങ്കിൽ കുറെ നേരം കറണ്ട് ഇല്ലായിരുന്നേ. പപ്പയും മമ്മിയും വന്നു കഴിഞ്ഞപ്പോഴാട്ടോ കറണ്ട് എല്ലാം വന്നത്. എന്നിട്ട് തന്നെ ചിത്രാമ്മ കുറെ അധികം കറികൾ വെച്ചേ. ഇന്നും ഒരു നോൺ വെജ് സദ്യ തന്നെയാട്ടോ. ചോറിൻ്റെ കൂടെ നമുക്ക് പുളിശ്ശേരി ഉണ്ട്, പിന്നെ പയറും ക്യാരറ്റും ഇട്ട തോരനുണ്ട്, പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്, ഇഞ്ചിപ്പുളി ഉണ്ട്, ബീട്രൂട്ട് പച്ചടി ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, മീൻ മുട്ടയുടെ തോരനുണ്ട്, അതുപോലെ നവിയലുണ്ട്, സാമ്പാറുണ്ട്. ഇതൊന്നും കൂടാതെ ചിത്രാമ്മയുടെ സ്പെഷ്യൽ 2 പായസവും. ആസ് യൂഷ്വൽ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ഞാൻ എല്ലാം കൂടെ കുഴച്ച് മറിച്ച് ഒരു ഉരുളെടുത്ത് നേരെ വായിലോട്ട് വെച്ച് ഞം കഴിച്ച് ഇത്രയൊക്കെ ആസ്വദിച്ച് തിന്നണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നിന്ന് മനസ്സിലാവും അതിന് എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാവും. പണ്ടേ ഞാനൊരു ഭക്ഷണപ്രിയ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു ഫുഡ് എത്രമാത്രം എക്സ്പ്ലോർ ചെയ്താൽ കഴിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലായിരുന്നു 2 പായസം ഉണ്ടെന്ന്. ഒന്ന് അമ്മയുടെ വെറൈറ്റി പായസമായ ചൗരി പായസം, ഒന്ന് സേമിയ പായസം കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആ പഴവും പപ്പടവും കൂടി ഇട്ട് ഇളക്കി തിന്നണം കേട്ടോ. എന്നാലും എൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പായസത്തിൽ ഞാൻ പഴവും പപ്പടവും ഇട്ട് ഇളക്കി തിന്നാൻ തുടങ്ങിയത് തുമ്പിയുടെ കൂടെ വന്നേ പിന്നെ കേട്ടോ. അതുവരെ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടമല്ലായിരുന്നു. എല്ലാവരും പായസവും ഫുഡൊക്കെ കഴിച്ച് ശരിക്കും വയറ് നിറഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുമാതിരി കിറങ്ങിയ ഉറക്കം തൂങ്ങിയ അവസ്ഥയായിരുന്നു. തുമ്പിയുടെ അച്ഛൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളെ കായൽ കറക്കാൻ കൊണ്ടുപോകാൻ. അങ്ങനെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളതേ കായൽ കൊണ്ടുപോകുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ ലൈഫിൽ എൻ്റെ അപ്പനും അമ്മേനെയും കൂടാതെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു കുശുമ്പുമില്ലാതെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഫാമിലിനെ കാണുന്നത്. ഏകദേശം അരമണിക്കൂറോളം നമ്മൾ കായലിൽ കിടന്ന് കറങ്ങിയിട്ടോ വെള്ളത്തിൽ. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി അച്ഛൻ വെള്ളം കൊണ്ടിടാൻ പോയെ. ഇനി ഇതേ ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിലോട്ട് പോകാട്ടോ. അച്ഛൻ നേരെ ബീച്ചിലോട്ട് വന്നോളാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം നേരെ പോവാണ്. ബീച്ചിലെത്തിയിട്ടോ. ബീച്ചിൽ വന്നപ്പോൾ ഇന്നലത്തെ ഒരു കാലാവസ്ഥയാണ്, നല്ല വെയിലാണ്. പക്ഷെ അതാരും മൈൻഡ് ചെയ്യാതെ എല്ലാവരും വെള്ളത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുവാട്ടോ. അങ്ങനെ ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങിട്ടോ. ചിത്രാമ്മയും അമ്മയും വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി കുറച്ച് മടി കാണിച്ചെങ്കിലും പിന്നീട് ഇറങ്ങിട്ടോ. ഇവരാരും ഇറങ്ങിയതില്ല കേട്ടോ. അപ്പൊ ആദ്യമേ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു. അമ്മേനെ ഞാൻ പിടിച്ച് വെള്ളത്തിൽ തള്ളിയിട്ടതാണ്. അതുപോലെ തന്നെ ചിത്രാമ്മേനെ പയ്യെ വലിച്ചാട്ടോ ഞങ്ങളെല്ലാം കൂടെ ഇറക്കിയത്. അങ്ങനെ എല്ലാവരും വെള്ളത്തിലോട്ട് ലാസ്റ്റ് ചാടിയിട്ടോ.
ഇല്ല ഒരു രക്ഷയില്ല. ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ കിടന്ന് ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുമായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം വട്ടമേശ സമ്മേളനം പോലെ നിന്ന് ഭയങ്കര കാര്യംപറച്ചിലായിരുന്നേ. ഓരോ മൊമെന്റ്സ് ഞങ്ങൾ ശരിക്കും മെമ്മറബിൾ ആക്കി മാറ്റി കേട്ടോ. ഇനി ഉടനെ ഒന്നും ഞങ്ങൾക്ക് ഇങ്ങനെ കൂടാൻ പറ്റത്തില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോരുകയും വേണം. അപ്പോഴത്തേക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഭയങ്കര മൂഡ് ഓഫ് ആവാൻ തുടങ്ങി. തുമ്പിയും ഗൗരിയൊക്കെയും കൂടെ നോർത്ത് ഇന്ത്യ ജോബൊക്കെ ആയിട്ട് പോവാട്ടോ. അപ്പൊ ഇനി അവരെ അടുത്ത വർഷം കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൂടിയത് തന്നെ. ഇപ്പൊ തുമ്പിമോളും ഗൗരിയൊക്കെയും അച്ഛനും അമ്മയും എല്ലാം ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു പാർട്ടായി മാറിയിട്ടോ. കടലിനോട് ഇനി വരുമ്പോൾ കാണാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും പയ്യെ ഇറങ്ങി കേട്ടോ. പക്ഷെ എല്ലാവരും വെള്ളത്തിലും മണ്ണിലും ഒക്കെ കുളിച്ചാട്ടോ നിൽക്കുന്നത്. തുമ്പിമോളുടെ വീട്ടിൽ ചെന്ന് കുളിച്ചിട്ട് വേണം ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പൊ ഇനി ഒരു യാത്ര പറച്ചിലില്ല. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.